അങ്ങനെ IPL 2026 മിനി ലേലം അവസാനിച്ചു. ഈ അവസാനം നടന്ന മിനി ലേലത്തിൽ കാമറൂൺ ഗ്രീൻ, ആസ്ട്രേലിയയുടെ കാമറൂൺ ഗ്രീൻ ഏറ്റവും വിലപിടിച്ച താരമായി. ആഭ്യന്തര ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യയിൽ കളിക്കുന്ന പല പ്ലെയേഴ്സിനെയും പല ടീമുകളും വലവീശി പിടിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയ ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ആകെ 3 പ്ലെയേഴ്സാണ് ഈ IPL കളിക്കാൻ അവസരം കിട്ടിയത്. ഒന്ന് സഞ്ജു സാംസൺ, അടുത്തത് വിഘ്നേഷ് പുത്തൂർ, പിന്നെ വിഷ്ണു വിനോദ്. ഈ 3 പേര്. അതിനകത്ത് വിഷ്ണു വിനോദ് പഞ്ചാബ് കിങ്സിന് വേണ്ടി കളിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ സഞ്ജു സാംസൺ CSKയ്ക്ക് വേണ്ടി വട്ടം കളിക്കുന്നു. അതിൻ്റെ കൂടെ വിഷ്ണുവല്ല നമ്മുടെ വിഘ്നേഷ് പുത്തൂർ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്നു. ഇങ്ങനെ 3 പേരെയാണ് ഈ IPL ഇന്ത്യൻ ടീമുകൾ എടുത്തിരിക്കുന്നത്. നമുക്കിതിനകത്ത് ഒരു കാര്യം, ആകെ 10 IPL ടീമുകളുണ്ട്. ഒരു ടീമിനും 18 മുതൽ 25 വരെ പ്ലെയേഴ്സിനെ അവർക്ക് എടുക്കാൻ സാധിക്കും. മാക്സിമം 25 പ്ലെയേഴ്സിനെ അവർക്ക് എടുക്കാം. മിക്കവാറും എല്ലാ ടീമുകളും 25 പ്ലെയേഴ്സിനെ എടുത്തിട്ടുണ്ട്. അതിൽ 8 പ്ലെയേഴ്സ് പുറത്തുനിന്നുള്ള വിദേശ താരങ്ങളാണ്. ബാക്കിയുള്ള അത്രയും പ്ലെയേഴ്സിനെ ഇന്ത്യൻ ആഭ്യന്തര ലീഗുകൾ കളിക്കുന്ന പ്ലെയേഴ്സിനെ അവർക്ക് എടുക്കാൻ പറ്റും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഏറ്റവും കുറവ് ആൾക്കാരെ എടുക്കുന്നത്? ഇതിനകത്ത് തന്നെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് കളിക്കുമെന്ന് ഒരു പ്ലേയിങ് 11-ൽ അവസരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒറ്റ പ്ലെയറേ ഉള്ളത് സഞ്ജു സാംസണാണ്. വിഘ്നേഷ് പുത്തൂറിന് പോലും ഉറപ്പില്ല കളിക്കാൻ അവസരം കിട്ടുമെന്ന്. അതിൻ്റെ കൂടെ തന്നെ വിഷ്ണു വിനോദിനും അവസരം കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. പണ്ട് 2011 കൊച്ചി ടാസ്കേഴ്സ് കേരള എന്ന് പറഞ്ഞൊരു IPL ടീമുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു വർഷം കളിച്ചുള്ളൂ. അപ്പോഴത്തേക്കത് പോയി, ചില മറ്റ് മാനേജ്മെൻറ്റ് വിഷയങ്ങളൊക്കെ കാരണം. അപ്പോൾ ആ ടീം ഉള്ളപ്പം ആ ടീമിൽ മാത്രം കേരളത്തിൽ നിന്ന് 4 പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഫി വിൻസെൻ്റ് കോമസ്, അതിൻ്റെ കൂടെ തന്നെ പ്രശാന്ത് പരമേശ്വരൻ, P പ്രശാന്ത്, അതുപോലെ തന്നെ നമുക്ക് ശ്രീശാന്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സംസ്ഥാനത്ത് ഒരു ടീം സ്വന്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ സാധാരണ കളിക്കാർക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടാറുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളം പോലെ ഇത്ര ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ഇപ്പം നമ്മുടെ കേരള ക്രിക്കറ്റ് രഞ്ജി ട്രോഫിയിലെ കഴിഞ്ഞ വട്ടത്തെ ഫൈനലിസ്റ്റാണ്. അപ്പോൾ ഇത്രത്തോളം പ്രതിഭാനിതരായിട്ടുള്ള പ്ലെയേഴ്സ് കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം അവർക്ക് IPL അവസരം കുറഞ്ഞു പോകുക എന്ന് പറയുന്നത് വലിയൊരു വിഷമം പിടിച്ച ഒരു ക്രിക്കറ്റ് സ്നേഹി എന്ന നിലയിൽ നമുക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിന് കേരളത്തിലെ ഒരു IPL ടീം വരണം. ഇഷ്ടംപോലെ കോടീശ്വരന്മാർ, ബിസിനസ്സുകാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പം ഇവരാരെങ്കിലും വിചാരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ടീം കേരളത്തിന് കൊണ്ടുവരാൻ പറ്റും. ഭാവിയിൽ അതുണ്ടാകട്ടെ. കേരളത്തിലെ കളിക്കാർക്ക് കൂടുതൽ അവസരം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.